സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷിച്ചതിന് ഭീഷണിപ്പെടുത്തിയതായി പരാതി. അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിലാണ് സംഭവം. നല്ലപ്പള്ളി സ്വദേശികളായ വടക്കുംതറ കെ അനിൽകുമാർ, മാനാംകുറ്റി കറുത്തേടത്തുകളം സുശാസനൻ, തെക്കുമുറി വേലായുധൻ എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതിൽ അനിൽകുമാർ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറിയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ് വേലായുധൻ. ബജരംഗദൾ ജില്ലാ സംയോജകനാണ് P. സുശാസനൻ. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അസഭ്യം പറയൽ, അതിക്രമിച്ചു കടക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2 ദിവസം മുൻപാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കുട്ടികളും അധ്യാപകരുമെല്ലാം സാന്റായുടെ തൊപ്പി ധരിച്ച് കേക്ക് മുറിച്ചു. ഈ സമയത്താണ് പ്രതികൾ സ്ഥലത്തെത്തിയത്. തുടർന്ന് സ്കൂളുകളിൽ ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്നും പറഞ്ഞ് പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും അസഭ്യം പറഞ്ഞു. സ്കൂളിലെ അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിറ്റൂർ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പരിപാടി തുടങ്ങുന്ന സമയത്ത് തന്നെ 3 പേരും സ്കൂളിലെത്തിയെന്നും കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. അതേസമയം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധ സൂചകമായി DYFIയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് സൗഹൃദ ക്രിസ്തുമസ് സന്ദേശ പരിപാടി സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് വിവരം. സ്കൂളുകളിൽ വിശേഷ ദിവസങ്ങൾ മലയാളികൾ ഒന്നിച്ച് ആഘോഷിക്കുന്നതാണ് പതിവ്. എന്നാൽ ഇത്തരമൊരു സംഭവം ഇതാദ്യമായിട്ടാണ്. പണം ഞങ്ങൾ തരും. കേരളത്തിൽ ഏത് ആഘോഷവും ഓണമാകട്ടെ ക്രിസ്തുമസ് ആകട്ടെ ജാതിമത വ്യത്യാസമില്ലാതെ ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഇത്തരം ഒറ്റപ്പെട്ട സംഭവം കേരളത്തിലെ മതസ്പർദ്ധയുണ്ടാക്കാൻ ഉതകുന്ന തരത്തിലാണെന്നാണ് കേസ്. പ്രതികളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അവധിക്ക് മുന്നോടിയായാണ് ക്രിസ്തുമസ് ആഘോഷം നടത്തിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. ഇതിനിടയിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരായ 3 പേർ കടന്നു വരികയും അധ്യാപകരെയും പ്രധാനാധ്യാപികയെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി.